അന്നെന്ന പാത്തിയെ ആ പാത്തി തേന മമ്മദല്ലേ വരുന്നേ? ഇയാൾക്കിട്ടൊരു നല്ല പണി കൊടുത്താലോ? അയാൾ അങ്ങനെ സുഖിക്കണ്ട, മമ്മദിനോടാ കളി. ആ ഷെരീഫേ, എല്ലാ മമ്മദ്ക്ക, നിങ്ങളെങ്ങോട്ടാണ്? ഒന്നും പറയണ്ട ഷെരീഫേ, കബീറിൻ്റെ കല്യാണം ഒടിഞ്ഞത് ഈ അറിഞ്ഞോ? ഞാനിപ്പോൾ അവിടെ പോയി വരാണ്. മരണവീട് പോലാണ്. ഹോ, വല്ലാത്തൊരവസ്ഥ. അതൊക്കെ പോട്ടെ, നിങ്ങൾ ബഷീർക്കാക്കൻ്റെ വീട്ടിൽ നടന്ന വല്ലതും അറിഞ്ഞോ? അതെന്താണ്ട ഞാൻ അറിയാതെ നടന്നത്? ബഷീർ കാക്കൻ്റെ മോൻ എന്തിനോ പോലീസ് പിടിച്ചുണ്ടായി. ബഷീർ കാക്ക ഇതൊന്നും അറിഞ്ഞില്ല. നിങ്ങളായിട്ട് പോയി പറയാൻ നിൽക്കണ്ട. ഞാനിവിടെ പോയി പറയാഞ്ഞിട്ട് ഈ ഒന്ന് പോ ഷെരീഫേ. ബഷീർക്ക, എന്താ മുഹമ്മദേ, ഈ വഴിക്കൊക്കെ കേറിയിരിക്കി. അല്ലല്ല പഠിച്ചോനെ, ഒന്നും പറയണ്ട ബഷീർക്ക, ഓരോരോ കാര്യങ്ങളെ. നിങ്ങൾക്കങ്ങനെ മനസ്സമ്മതത്തോടെ ഇരിക്കാൻ കഴിയുന്നു ബഷീർക്ക? എന്താ അങ്ങനെ പറയണേ? എല്ലാം നിങ്ങളെ മോനല്ലേ പോലീസ് പിടിച്ചോണ്ടായേ? എൻ്റെ മോനെ അതാ പണ്ടായേ. നിങ്ങളറിഞ്ഞില്ല, പക്ഷെ നാട്ടുകാർ മൊത്തം അറിഞ്ഞല്ലോ. ഇജ്ജ് ആരെ കാര്യം പറയണ മുഹമ്മദേ? എൻ്റെ മോൻ്റെ കാര്യമാണോ? ഇനി നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട ബഷീർക്ക, എങ്ങനെങ്കിലും പോയി ഇറക്കാൻ നോക്കി. അല്ലേ പിന്നെ. പാത്തോ, എന്താ മനസ്സിലായി കിടന്ന് കാറണ്? ഞമ്മളെ അസ്കറവിടെ? മോനല്ല അവിടെ കിടന്ന് ഉറങ്ങുന്നത്. നീ ചായക്ക് വെച്ച വെള്ളത്തിൽ പൊടി ഇട്ടോ? ഇന്നാ ഇടണ്ട, ചൂടുവെള്ളം അങ്ങോട്ട് എടുത്തോ. അതെന്തിനാ ബഷീർക്ക? നിന്റെ തലയിൽ കൂടി ഒഴിക്കാൻ ഓരോ ദുഷിപ്പ് പറഞ്ഞിരിക്കണ ശൈത്താന്. നിന്നങ്ങനെ വെറുതെ വിടാൻ പറ്റൂല. വേണ്ട ബഷീർക്ക, പഠിച്ചോനെ കാത്തോളി. ആ ഷെരീഫിനൊന്ന് കാണാൻ